മോണിറ്ററി പോളിസിയുടെ റിഫോംസ്, മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സും റിഫോംസും ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ബാക്കിയുള്ളതാണ് നമുക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ ഗവൺമെന്റിന് നമുക്ക് പലതരത്തിലുള്ള പ്രോബ്ലംസ്, ഇക്കണോമിക് പ്രോബ്ലംസ് നമ്മുടെ ഇക്കോണമിയിൽ ഫേസ് ചെയ്യും. അത് ഇൻഫ്ലേഷൻ ആവാം, അല്ലെങ്കിൽ ഗ്രോത്ത് ഇഷ്യൂസ് ആവാം, അൺഎംപ്ലോയ്മെന്റ് ആവാം, അങ്ങനെ പലതരത്തിലുള്ള പ്രോബ്ലംസ് ഇക്കോണമി ഫേസ് ചെയ്യും. സോ അപ്പൊ ഇങ്ങനെയുള്ള ഇക്കണോമിക് പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇക്കോണമി ഒരു ഒരു ഡിസീക്വിലിബ്രിയത്തിലാണ് എന്നുള്ളത് പോലെയാണ്. അതായത് ഒരു ഈക്വിലിബ്രിയം അല്ല, ഒരു ബാലൻസിലല്ല, നമ്മൾ ഭയങ്കര ബാലൻസ് തെറ്റി നിൽക്കുവാണെന്നുള്ളതാണ് അതിനർത്ഥം. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ പലതരത്തിലുള്ള പോളിസികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും മോണിറ്ററി അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും പലതരത്തിലുള്ള പോളിസികൾ ഫോളോ ചെയ്യാം. ഗവൺമെന്റ് ഫോളോ ചെയ്യുന്ന പോളിസികളെ നമ്മൾ ഫിസ്ക്കൽ പോളിസികൾ എന്നും, മോണിറ്ററി അതോറിറ്റി ഫോളോ ചെയ്യുന്ന പോളിസികളെ നമ്മൾ മോണിറ്ററി പോളിസികൾ എന്നുമാണ് പറയുക. അപ്പൊ അതിൽ മോണിറ്ററി പോളിസിയാണ് നമ്മൾ പറഞ്ഞത്. ഇതിന്റെയൊക്കെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇക്കണോമിക് സ്റ്റെബിലിറ്റി എന്നുള്ളതാണ്. മോണിറ്ററി പോളിസി ആയാലും ഫിസിക്കൽ പോളിസി ആയാലും അതിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഫിസിക്കൽ സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ നമ്മൾ ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സും ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സും കൊണ്ടുവന്ന് കണ്ടു. ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുമ്പോൾ നേരിട്ട് മണി സപ്ലൈനെ RBI കൺട്രോൾ ചെയ്യാണ്. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ നേരിട്ടല്ല, ത്രൂ ഇൻസ്ട്രക്ഷൻസ് ആണ്. ആ ഇൻസ്ട്രക്ഷൻസ് ഇൻഡയറക്ട്ലി ദാറ്റ് വിൽ ലീഡ്സ് ടു ഡിക്രീസ് ഇൻ മണി സപ്ലൈ ഇൻ ദി ഇക്കോണമി. അപ്പൊ അതാണ് നമ്മൾ രണ്ട് തരത്തിലുള്ള മോണിറ്ററി ഇൻസ്ട്രുമെന്റ്സിനെ പറ്റിയിട്ട് പറഞ്ഞത്. ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്, മോണിറ്ററി പോളിസി പോലെ തന്നെ ഇക്കോണമിയിൽ ഇമ്പോർട്ടന്റ് ആണ് ഫിസിക്കൽ പോളിസി. ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ ആണ്. ഗവൺമെന്റ് ഇക്കോണമിയിലേക്ക് ഇന്റർവീൻ ചെയ്ത് പോളിസി ഫോർമുലേഷൻസും പോളിസി ചേഞ്ചുകളും വരുത്തുന്നതിനും അതിനെയാണ് നമ്മൾ ഫിസിക്കൽ പോളിസികൾ എന്ന് പറയുക. അപ്പോൾ ഫിസിക്കൽ പോളിസി റെഫേഴ്സ് ടു ദി ഗവൺമെന്റ് യൂസ് ഓഫ് ടാക്സേഷൻ, പബ്ലിക് സ്പെൻഡിങ് ആൻഡ് ബോറോയിങ്. ഇത് മൂന്നുമാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ടാക്സേഷൻ, പബ്ലിക് സ്പെൻഡിങ് ആൻഡ് ബോറോയിങ്. ഈ മൂന്ന് കാര്യങ്ങളിലൂടെയാണ് അവര് ഇക്കണോമിക് ആക്ടിവിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ത്രൂ ടാക്സേഷൻ, പബ്ലിക് സ്പെൻഡിങ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ, ആൻഡ് ബോറോയിങ്, ബോറോ ചെയ്തുകൊണ്ട്. ഇങ്ങനെയാണ് ഇവര് ഈ ഒരു ഫിസിക്കൽ പോളിസി ക്യാരി ഫോർവേഡ് ചെയ്യുക. ഇറ്റ് ഈസ് എ കീ ടൂൾ ഫോർ മാനേജിങ് ഇക്കണോമിക് സ്റ്റെബിലിറ്റി, എൻഷുറിംഗ് ഗ്രോത്ത് ആൻഡ് അഡ്രസ്സിംഗ് ദി social and economic issue. Ultimately, the aim of these policies are to bring stability to the economy. Economic stability എന്നുള്ളതാണ് ultimate ആയിട്ടുള്ള aim എന്ന് പറയുന്നത്. So what are the objectives of fiscal policy? Economic growth, promote sustainable GDP growth. GDP growth ensure ചെയ്യുക through investments, infrastructure ആയിക്കോട്ടെ, education ആയിക്കോട്ടെ, ഇൻഡസ്ട്രികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇക്കണോമിക് ഗ്രോത്ത് എൻഷുർ ചെയ്യുക. ദെൻ പ്രൈസ് സ്റ്റെബിലിറ്റി, ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുക. അതും ഗവൺമെന്റിന്റെ ഉദ്ദേശമാണ്. അപ്പോൾ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വെച്ചാൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കയ്യിൽ കാശ് ഉണ്ടാവുക എന്നുള്ളത്. ആൾക്കാരുടെ കയ്യിൽ പൈസയുണ്ട്. ദാറ്റ്സ് വൈ ദേ ആർ ഡിമാൻഡിങ് കമോഡിറ്റീസ്, ദാറ്റ്സ് വൈ ദ പ്രൈസസ് ഇൻക്രീസിങ്. മറ്റൊരു സൈഡിൽ സപ്ലൈ ഫുഡും കുറവാണെന്നുള്ളതുണ്ട്. അപ്പോൾ ഇവിടെ ആളുകളുടെ സ്പെൻഡിങ് കുറയ്ക്കുക, ഡിമാൻഡ് കുറയ്ക്കുക. അപ്പൊ എങ്ങനെ സ്പെൻഡിങ് കുറയ്ക്കാനായിട്ട് പറ്റും? സ്പെൻഡിങ് കുറയ്ക്കണമെങ്കിൽ അവരുടെ കയ്യിലുള്ള കാശ് കുറയ്ക്കണം. എങ്ങനെ കാശ് കുറയ്ക്കാനായിട്ട് വരും? അവരെ ടാക്സ് ചെയ്യുക. കൂടുതൽ പൈസ ഗവൺമെന്റിലേക്ക് ടാക്സ് ആയി കൊടുക്കേണ്ടി വരുമ്പോഴത്തേക്കും നോർമലി എന്ത് സംഭവിക്കും? ഇവരുടെ സ്പെൻഡിങ് പതിയെ കുറയും. അപ്പോൾ അതും ഒരു ഉദ്ദേശമാണ് ത്രൂ ടാക്സേഷൻ. ഇത് രണ്ട് തരത്തിലും വരാം. മണി സപ്ലൈ അല്ലെങ്കിൽ ആളുകളുടെ ഡിമാൻഡ് കൂട്ടാൻ ടാക്സേഷൻ കുറയ്ക്കുകയും ചെയ്യാം. കൂട്ടുക മാത്രമല്ല ചെയ്യുന്നത്, കുറയ്ക്കുകയും ചെയ്യും. ആൻഡ് എംപ്ലോയ്മെന്റ് ജനറേഷൻ, ക്രിയേറ്റിംഗ് ജോബ് ജനറേഷൻ ഇസ് ദി പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് എ ഗവൺമെന്റ്. ഗവൺമെന്റ് ഉദ്ദേശം അതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമാണ് എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത്. ആൻഡ് ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ, ഇൻഈക്വാലിറ്റി കുറയ്ക്കുക എന്നുള്ളതും ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ് ഇൻഈക്വാലിറ്റി റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. ഗവൺമെന്റുകൾ നിൽക്കുന്നത് തന്നെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ്. അവര്
വെൽഫെയർ മോട്ടീവാണ്. അപ്പൊ ആ വെൽഫെയറിന്റെ ഭാഗമായിട്ട് ദേ ഹാവ് ടു റെഡ്യൂസ് ഇൻകം ഇനീക്വാലിറ്റി. എങ്ങനെ ഇൻകം ഇനീക്വാലിറ്റി കുറയ്ക്കാൻ പറ്റുക? ടാക്സ് റിച്ച് ആൻഡ് ഗിവ് സബ്സിഡീസ് ടു ദി പുവർ. റിച്ചിനെ ടാക്സ് ചെയ്തിട്ട് ആ ടാക്സ് മണി എടുത്തിട്ട് എന്ത് ചെയ്യുക? പുവറിന് സബ്സിഡികളായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ ഫിസ്ക്കൽ ഡെഫിസിറ്റ് മാനേജ്മെന്റ്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് മാനേജ് ചെയ്യുക. ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഡെഫിസിറ്റ് ഇതിന് ഈ സ്ലൈഡ് കഴിഞ്ഞിട്ട് ഡെഫിസിറ്റുകളുടെ ഒരു ഇക്വേഷൻ സഹിതം പറയുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് പറയാം. അപ്പൊ ഫിസ്ക്കൽ ഡെഫിസിറ്റ് മാനേജ് ചെയ്യുക, ഡെഫിസിറ്റ് കുറയ്ക്കുക എന്നുള്ളതും ഗവൺമെന്റിന്റെ ഉദ്ദേശമാണ്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് റെഡ്യൂസ് ചെയ്ത് ഇക്കണോമിക് സ്റ്റെബിലിറ്റി കൊണ്ടുവരും. ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കടത്തിലാണ്. ഡെഫിസിറ്റ് ഇസ് ഗുഡ് ആണ്, പക്ഷെ അതൊരു പരിധിയിൽ കൂടുതൽ കൂടുന്നത് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ ദി ഇക്കോണമി. ദെൻ എക്സ്റ്റേണൽ ബാലൻസ്. എക്സ്റ്റേണൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ ട്രേഡ് പോളിസികൾ, നമ്മുടെ എക്സ്റ്റേണൽ ട്രേഡ് പോളിസികളെല്ലാം ഫോർമുലേറ്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. ഈ എക്സ്പോർട്ട് ഇമ്പോർട്ട് ട്രേഡ് പോളിസികളെല്ലാം. അപ്പൊ അങ്ങനെയുള്ള ട്രേഡ് പോളിസികൾ, അതുപോലെ തന്നെ ഇന്റേണൽ ട്രേഡിന്റെ പോളിസികളും എല്ലാം ഇവരാണ്, ഗവൺമെന്റ് ആണ് ഫോർമുലേറ്റ് ചെയ്യുക. സോ എക്സ്റ്റേണൽ ബാലൻസ് കീപ്പ്, അതായത് ബാലൻസ് ഓഫ് പേയ്മെന്റ്, ഇറ്റ് ഈസ് ദി റെക്കോർഡ് ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ റെസിഡന്റ് ഓഫ് എ കൺട്രി വിത്ത് ദി റെസ്റ്റ് ഓഫ് ദ വേൾഡ്. നമ്മുടെ ഇവിടെയുള്ള രാജ്യത്തെ ഒരു റെസിഡന്റും അയാൾക്ക് എക്സ്പോർട്ട് ഇമ്പോർട്ട് ഉണ്ടെങ്കിൽ അതിന്റെ ആ ഒരു ബാലൻസ് ഓഫ് പേയ്മെന്റ്, നമ്മുടെ രാജ്യത്തിന്റെ എക്സ്പോർട്ട് ഇമ്പോർട്ട് വിത്ത് ദി അതർ കൺട്രി, മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ആ ഒരു എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇക്കണോമിക് ട്രാൻസാക്ഷന്റെ ഒരു ഒരു ബാലൻസ് ഷീറ്റ്, അതിനെയാണ് നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുക. അപ്പൊ ആ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് ആവാതെ നോക്കുക, ഇതെല്ലാം ഗവൺമെന്റിന്റെ ഉദ്ദേശമാണ്. സോ ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിസ്ക്കൽ പോളിസി. ഇത് ഓർത്തിരിക്കുക. ഇത് നമുക്ക് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിസ്ക്കൽ പോളിസി? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ നോട്ട് ട്രൂ അബൌട്ട് ദി ഫിസ്ക്കൽ പോളിസി ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ഫിസ്ക്കൽ പോളിസി എന്ന് ചോദിക്കാം. നോട്ട് ട്രൂ, അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. സ്റ്റേറ്റ്മെന്റ് തരുമ്പോൾ നോട്ട് ട്രൂ ആവാം അല്ലെങ്കിൽ ട്രൂ ആവാം. അപ്പൊ അത് നോക്കിയിട്ട് വേണം ആൻസർ പിക്ക് ചെയ്യാനായിട്ട്. ദെൻ ഇതിന് കീ കോമ്പോണന്റ് എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞു 3 തരത്തിലാണ്. നമ്മൾ ഈ മോണിറ്ററി പോളിസി പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ? ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സും ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സും ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഫിസ്ക്കൽ പോളിസിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് റവന്യൂ, എക്സ്പെൻഡിച്ചർ, ബോറോയിങ്, ഇങ്ങനെ 3 തരത്തിലാണ് ഗവൺമെന്റിന് ഇക്കോണമിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഫസ്റ്റ് ഇസ് റവന്യൂ പോളിസി, സെക്കൻഡ് ഇസ് എക്സ്പെൻഡിച്ചർ പോളിസി, ആൻഡ് ദ തേർഡ് വൺ ഇസ് ദി ബോറോയിങ് ആൻഡ് ഡെഫിസിറ്റ് മാനേജ്മെന്റ് പോളിസീസ്. അപ്പോൾ റവന്യൂ പോളിസികളിലാണ് നമ്മൾ എന്താണ് ഡയറക്ട് ടാക്സ്, ഇൻഡയറക്ട് ടാക്സ് എന്നൊക്കെ ഫിസ്ക്കൽ പോളിസിയിൽ ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ അതിന്റെ കുറെ ടേമുകളൊക്കെ പറഞ്ഞിരുന്നു, ഫിസ്ക്കൽ പോളിസി എങ്ങനെ ഡിവൈഡ് ചെയ്യാം എന്നൊക്കെ ഉള്ളത്. അത് ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് നേരത്തെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചത്. അപ്പോൾ റവന്യൂ പോളിസിയിൽ ടാക്സേഷൻ റിഫോം ചെയ്യുക എന്നുള്ളതാണ്, ടാക്സ് റിഫോം ചെയ്യുക. നോൺ ടാക്സിനേക്കാൾ കൂടുതൽ, സോറി, ഈ റവന്യൂ എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു വരുമാനം എന്ന് പറയുന്നത് ടാക്സുകളാണ്. അപ്പൊ ആ ടാക്സുകൾ റിഫോം ചെയ്യുക. അപ്പൊ അതിൽ ഡയറക്ട് ടാക്സ് ഉണ്ട്, ഇൻഡയറക്ട് ടാക്സ് ഉണ്ട്, അതുപോലെ തന്നെ നോൺ ടാക്സ് റവന്യൂ. നമ്മൾ ചിലപ്പോൾ കാണാറില്ല ഈ നമ്മുടെ ഈ മോട്ടോർ വെഹിക്കിൾ MVD ഫീസ് കൂട്ടി, അല്ലെങ്കിൽ ഫൈൻ കൂട്ടി, അല്ലെങ്കിൽ ഇപ്പൊ ഈ ഇടയ്ക്ക് ഉണ്ടായിരുന്നു നമ്മുടെ ഇ ഗവേണൻസ് കുറെ സർവീസുകൾ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ, അതിന്റെയൊക്കെ ഫീസ് കൂട്ടി എന്നൊക്കെ. അപ്പൊ ഇതെല്ലാം കൂട്ടുന്നത് എന്താണ്? ഇറ്റ്സ് ടു ദ ഗവൺമെന്റ് ആണ് അല്ലെ, ഗവൺമെന്റിന് റവന്യൂ കൂട്ടാനായിട്ടുള്ള മാർഗ്ഗമാണ്. അതുപോലെ കെട്ടിട നികുതികൾ കൂട്ടുന്നുണ്ട്, കാലാകാലമായിട്ട് അതും അതിന് പരിഷ്കാരങ്ങൾ വരുത്തും. അപ്പൊ ഇതെല്ലാം ഗവൺമെന്റിന് റവന്യൂ കിട്ടാനുള്ള മാർഗങ്ങളാണ്. സോ ഈ റവന്യൂ കിട്ടാനായിട്ട് എന്തൊക്കെ ചെയ്യും? ഡയറക്ട് ടാക്സ്, ഇൻഡയറക്ട് ടാക്സ്, നോൺ ടാക്സ് റവന്യൂ. അപ്പൊ ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമുക്ക് റവന്യൂ കൂട്ടാനായിട്ട് പറ്റുക. പിന്നെ ഉള്ളത് എക്സ്പെൻഡിച്ചർ പോളിസി. എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഇവരെ കൊടുക്കുന്നതാണ്. ഇപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചറും ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഉണ്ട്. ഗവൺമെന്റുകൾക്ക് എന്തെങ്കിലും ഒരു, ഇപ്പൊ നിങ്ങൾ പത്രങ്ങളിൽ വായിക്കുന്നുണ്ടാവും, സർക്കാർ ജീവനക്കാർക്ക് DA, നമ്മുടെ കേരളത്തിലാണെങ്കിൽ DA എത്രയോ ശതമാനം കുടിശ്ശികയായിട്ട് കിടക്കുവാണ്. എന്തുകൊണ്ട് അതങ്ങനെ കിടക്കും? ഗവൺമെന്റിന് ഫണ്ട് കുറവാണ്. സോ വാട്ട് ദ ഗവൺമെന്റ് ഈസ് ഡൂയിങ് ഇസ് ദേ ആർ reducing the income, reducing the salary by cutting down the DA. പക്ഷെ ബേസിക് പേയിലൊന്നും ഇവർക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? DA ഒക്കെ കട്ട് ചെയ്തിട്ട് ഇവർക്ക് കിട്ടുന്ന സാലറി, കാരണം ഗവൺമെന്റിന് പൈസ ഇല്ല. സോ ഇൻ ഓർഡർ ടു അഡ്ജസ്റ്റ് ദാറ്റ് ദേ ആർ ഡൂയിങ് ദിസ്. അപ്പൊ അത് സാലറിയിൽ കട്ട് വരും, സബ്സിഡികളിൽ കട്ട് വരും.
അപ്പൊ അങ്ങനെയൊക്കെയാണ് അവരത് റെഗുലേറ്റ് ചെയ്യുക. അപ്പോൾ എക്സ്പെൻഡിച്ചറിൽ റവന്യൂ എക്സ്പെൻഡിച്ചറും ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഉണ്ട്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഡേ ടു ഡേ എക്സ്പെൻസുകൾക്ക് സാലറി അങ്ങനെയുള്ള കാര്യങ്ങൾ, സബ്സിഡികൾ, ഇൻട്രസ്റ്റ് പേയ്മെന്റ്, ലോൺ എടുത്തതിന് ഇൻട്രസ്റ്റ് ഒക്കെ അടയ്ക്കണം അല്ലെ. പിന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റുകളാണ്, ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ്, ഡിഫൻസിലുള്ളത്, പബ്ലിക് അസറ്റിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒക്കെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനകത്ത് വരുന്നത്. പിന്നെ ബോറോയിങ് ആൻഡ് ഡെഫിസിറ്റ് മാനേജ്മെന്റ്, അതിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചറും റവന്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ എക്സ്പെൻഡിച്ചർ കൂടുതലാണെങ്കിൽ ദാറ്റ് വിൽ ലീഡ്സ് ടു ഡെഫിസിറ്റ്. സോ ഇൻ ഓർഡർ ടു മാനേജ് ദ ഡെഫിസിറ്റ് ദ ഗവൺമെന്റ് വിൽ അഡോപ്റ്റ് ദി സ്യൂട്ടബിൾ പോളിസീസ്. ആ കടം കുറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യും. ആൻഡ് പബ്ലിക് ഡെപ്റ്റ്, നമ്മുടെ ബോറോയിങ്ങുകളെയാണ് നമ്മൾ പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയുക. അപ്പോൾ ഇത്രയും വെച്ചിട്ടാണ് നമ്മുടെ ഗവൺമെന്റുകൾ പോളിസികൾ അല്ലെങ്കിൽ ഈ ഒരു ഇക്കണോമിക് സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യാനായിട്ട് നോക്കുന്നത്. ഇപ്പൊ നമുക്കിവിടെ ഇൻഫ്ലേഷൻ ആണെങ്കിൽ പോലും ഇക്കണോമിക് ആക്ടിവിറ്റി കുറവാണെന്ന് കണ്ടിട്ടാണ് നമ്മുടെ ഈ കേന്ദ്ര ബഡ്ജറ്റിൽ ഇത്തവണ വീണ്ടും ഇൻകം ടാക്സ് ലിമിറ്റ് കൂടി, അതായത് 12 ലക്ഷം വരെ നമ്മൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ട. അപ്പൊ അത്രയും ആൾക്കാർക്ക് അവിടെ എന്താണ് കയ്യിലേക്ക് കാശ് കിട്ടുകയാണ്. സോ ദേ വിൽ പുട്ട് ദാറ്റ് ക്യാഷ് ഇൻ ടു ദ ഇക്കോണമി. സേവ് ചെയ്യുക എന്നതിലുപരി കൂടുതലും ആൾക്കാർക്ക് കൺസംഷന് വേണ്ടിയിട്ടായിരിക്കും. കാരണം ഒന്നാമത് ഇൻഫ്ലേഷൻ കൂടി നിൽക്കുകയാണ്, അപ്പൊ ആളുകൾക്ക് പൈസ വേണം. സോ ദാറ്റ് ദേ വിൽ spend more to the economy, so the economic activities will increase, production will increase. When the production increases, investment will also increase. ഇൻവെസ്റ്റ്മെന്റ് കൂടി അത് ഗവൺമെന്റിന് ഒരു വരുമാനമാണ്. അപ്പോൾ ഒരു പോളിസി ഗവൺമെന്റ് ടാക്സ് കൂട്ടുന്നുണ്ട് എങ്കിൽ വെറുതെ ഒരു ദിവസം രാവിലെ ഫിനാൻസ് മിനിസ്റ്റർക്ക് തോന്നിയിട്ട് കൂട്ടുന്നതല്ല. there will be some implication for that. They are reducing the tax, that will also have an implication in the economy. വെറുതെ ഒന്നും ചെയ്യില്ല. All these government policies or fiscal policies will have their own implications. മനസ്സിലായോ ഇത്? Yes, miss. ഈ റീസെന്റ് ആയിട്ടുള്ള ഫിസിക്കൽ പോളിസി റിഫോംസ് ആണ് പേഴ്സണൽ ഇൻകം ടാക്സ് അഡ്ജസ്റ്റ്മെന്റ്സ്. ഞാനിപ്പോ പറഞ്ഞു 2025-26 ലേറ്റസ്റ്റ് ബഡ്ജറ്റിനകത്ത് ഗവൺമെന്റ് ഒരു സബ്സ്റ്റാൻഷ്യൽ റിഡക്ഷൻ പേഴ്സണൽ ഇൻകം ടാക്സിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെഡ്യൂസ്ഡ് ഇൻകം വരുമ്പോൾ എന്താണ്, ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാർ കൂടുതൽ കൺസ്യൂം ചെയ്യും, സേവിങ് കൂടും, ഇൻവെസ്റ്റ്മെന്റ് കൂടും. അപ്പോൾ ഈ റവന്യൂ അവർക്ക് ലോസ് ആണ്, പക്ഷെ അത് വേറെ എവിടെയെങ്കിലും അവർക്കത് തിരിച്ചു പിടിക്കാനായിട്ട് പറ്റും. ന്യൂ ടാക്സ് റെജീം ഇപ്പൊ 2020-21 കൊണ്ടുവന്നതാണ് ഈ ഒരു ന്യൂ ടാക്സ് റെജീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ടാക്സ് പേയേഴ്സിന് പുതിയൊരു ടാക്സ് റെജീം കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് ഇപ്പം നമ്മുടെ പഴയ ടാക്സ് ബേസ് എന്ന് പറയുമ്പോൾ കുറെ എക്സംഷൻസ് ഒക്കെ ഉണ്ട്. കുറെ കാര്യങ്ങൾ നമ്മൾ പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സംഷൻ ഒക്കെ കിട്ടും. അങ്ങനെയുള്ള എക്സംഷൻസും ഡിഡക്ഷൻസും ഒന്നും ഇല്ലാത്ത പുതിയൊരു ടാക്സ് റെജീമാണ്. ഈ ടാക്സ് റെജീമിലാണ് ഞാൻ പറഞ്ഞ ടാക്സ് ഡിഡക്ഷൻ, നമ്മുടെ ഈ ഒരു പേഴ്സണൽ ഇൻകം ടാക്സ് അഡ്ജസ്റ്റ്മെന്റ് വരിക. അപ്പൊ ഈ ന്യൂ ടാക്സ് റെജീം ചൂസ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഈ ഒരു ടാക്സ് ഡിഡക്ഷൻ കിട്ടും. പിന്നെ GST റിഫോം, നമ്മൾ കൊണ്ടുവന്ന ഏറ്റവും വലിയൊരു മാറ്റമാണ് GST എന്ന് പറയുന്നത്. GST ഒരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, ഇംപ്രൂവ് ദി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇപ്പൊ ഒറ്റ ടാക്സ് ആക്കി മാറ്റിയത് ഡിജിറ്റൽ ട്രാക്കിങ്ങിനാണെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം എന്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്? നമ്മൾ ആദ്യം പറഞ്ഞ ടാക്സേഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ദെൻ ഫിസിക്കൽ ഡെഫിസിറ്റ് മാനേജ്മെന്റ്, ഡെഫിസിറ്റ് മാനേജ് ചെയ്യാനായിട്ട് ഫിസിക്കൽ ഡെഫിസിറ്റ് 2024-25 5.1% ആയിരുന്നു. ആൻഡ് അവർ ടാർഗറ്റ് ഈസ് ടു റെഡ്യൂസ് ഇറ്റ് ബൈ 4.5%. നമ്മുടെ ടാർഗറ്റ് എന്താണ്? 4.5 ആക്കി കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കുക എന്നുള്ളത് ഒരു ടാർഗറ്റ് ആണെങ്കിൽ ദാറ്റ് മീൻസ് ഗവൺമെന്റ് ഈസ് ട്രൈങ് ടു സ്റ്റെബിലൈസ് ദ ഇക്കോണമി, അല്ലെങ്കിൽ ഇക്കണോമിക് ഗ്രോത്ത് സ്റ്റെബിലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കാനുള്ള ഒരു ടാർഗറ്റ് കൊണ്ടുവരാന്നുള്ളത്. അതുപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂട്ടുന്നുണ്ട്. നമ്മുടെ ബഡ്ജറ്റ് അലോക്കേഷൻ നോക്കിയാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂട്ടുന്നുണ്ട്. സോ ദാറ്റ് വിൽ ലീഡ്സ് ടു മോർ പ്രൊഡക്ഷൻ ആൻഡ് ഇക്കണോമിക് ആക്ടിവിറ്റി ഇൻ ദി ഇക്കോണമി. അതുപോലെ ലാൻഡ് ആൻഡ് ലേബർ റിഫോംസ്, ലാൻഡ് റെക്കോർഡുകളെല്ലാം തന്നെ ഡിജിറ്റലൈസ് ചെയ്യാണ്. അപ്പൊ ഇത് ട്രാൻസ്പെറൻസി ഉണ്ടാക്കും, ഡിസ്പ്യൂട്ടുകൾ കുറയ്ക്കും, നമ്മുടെ ലോക്കൽ ഗവൺമെന്റ്സിന്റെ ഒക്കെ എഫിഷ്യൻസി കൂട്ടുകയും ചെയ്യും.
ലേബർ റിഫോംസ്. നമുക്ക് ഒരുപാട് ലേബർ ആവശ്യത്തിലധികം ഏകദേശം ഒരു 29 ലേബർ കോഡുകൾ എന്നും ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ഒന്നാക്കിയിട്ടുണ്ട്. ഒറ്റ യൂണിഫോം ലേബർ റിഫോംസ് ഇതെല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് ഒരു ലേബർ കോഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്ത്യയില് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റിനെ ഹിൻഡർ ചെയ്തുകൊണ്ടിരുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ലേബർ ലോസ് ആണ്. ഇവിടെയുള്ള ലേബർ ലോസ് ഭയങ്കര റിജിഡ് ആയിട്ടുള്ള ലേബർ ലോസ് ആണ്. ഇത് കാണുമ്പോഴത്തേക്കും MNCകൾക്കൊക്കെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കുറയ്ക്കാനായിട്ടാണ് ഈ ലേബർ റിഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ അത് ലേബറേഴ്സിനെയും ഹാം ചെയ്യുന്നില്ല, ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവരെയും ഹാം ചെയ്യാത്ത രീതിയിലാണ് ലേബർ റിഫോംസ് വരുന്നത്. ആൻഡ് ട്രേഡ് ആൻഡ് മാനുഫാക്ചറിങ് പോളിസീസ്, ടാരിഫ് റേഷണലൈസേഷൻ. ഇതെല്ലാം പല പോളിസികളും നമ്മൾ റെപ്പിറ്റേറ്റീവ് ആയിട്ട് വരുന്നതാണ്. വേറെ എവിടെയെങ്കിലും ഒക്കെ ഇപ്പൊ ഇൻഡസ്ട്രികളിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ ട്രേഡിലൊക്കെ കാണുന്നത് തന്നെയൊക്കെയാണ് നമ്മൾ ഇങ്ങടേക്ക് വരുമ്പോഴും കാണുന്നത്. അപ്പോൾ ടാരിഫ് റാഷണലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇമ്പോർട്ട് ചെയ്യുന്ന റോ മെറ്റീരിയൽസിനൊക്കെ ടാരിഫ് റെഡ്യൂസ് ചെയ്യാന്നുള്ളതാണ്. പല കമ്പനീസും പല ഇൻഡസ്ട്രീസും ഇമ്പോർട്ടർ റോ മെറ്റീരിയൽസിനെ ഡിപ്പെൻഡ് ചെയ്ത് പ്രൊഡക്ഷൻ ക്യാരി ഓൺ ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കമ്പനീസിനൊക്കെ ഇത് വലിയ രീതിയിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം ടു ഇംപ്രൂവ് ദി ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് ഇൻ ഇന്ത്യ ആണ് PLI സ്കീം കൊണ്ടുവരുന്നത്. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം ടു 14 സെക്ടേഴ്സ് ഓഫ് ദി ഇക്കോണമി. 14 സെക്ടേഴ്സിനാണ് ഈ ഒരു PLI സ്കീമിൽ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഫിസ്ക്കൽ പോളിസികളിൽ പറയാനുള്ളത്. അപ്പൊ ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റിന്റെ പോളിസികളെയാണ് നമ്മൾ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുക. അപ്പൊ ആ ഫിസ്ക്കൽ പോളിസി 3 തരത്തിലാണ് ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. ത്രൂ ടാക്സേഷൻ, അതായത് റവന്യൂ പോളിസീസ്, ത്രൂ എക്സ്പെൻഡിച്ചർ പോളിസീസ്, റവന്യൂ എക്സ്പെൻഡിച്ചറിലും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലും മാറ്റങ്ങൾ വരുത്തിയിട്ട്, ആൻഡ് ഫൈനലി ദി ഡെഫിസിറ്റ് മാനേജ്മെന്റ്. ഫിസ്ക്കൽ ഡെഫിസിറ്റും അതുപോലെ തന്നെ നമ്മുടെ പബ്ലിക് ഡെപ്റ്റും മാനേജ് ചെയ്തിട്ടാണ് തേർഡ് വേയിൽ അവരത് റെഡ്യൂസ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ three types of reforms that the government introduced through fiscal policy. മനസ്സിലായോ? ഓക്കെ. ഇനി ഫൈനാൻഷ്യൽ സെക്ടർ പോളിസീസ് ആൻഡ് റിഫോംസ്. ഫൈനാൻഷ്യൽ സെക്ടറിന്റെ പോളിസികളും റിഫോമുകളാണ് ഇനി വരുന്നത്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് ഏതൊക്കെയാണ്? നമ്മൾ മോണിറ്ററി പോളിസി പറഞ്ഞു, ഫിസ്ക്കൽ പോളിസി പറഞ്ഞു. ഇത് രണ്ടും എന്താണ്? ഇക്കോണമിയുടെ കോർ ആയിട്ടുള്ള 2 പോളിസികളാണ്. അപ്പൊ ഇത് മാത്രമല്ല, ഇപ്പൊ മോണിറ്ററി സെക്ടറിൽ നമ്മൾ എന്താ പറയുക, മണി സപ്ലൈ കൂട്ടുന്നതിനെ പറ്റിയാ പറഞ്ഞത് അല്ലെ. ഫിസ്ക്കൽ പോളിസിയിലാണെങ്കിൽ നമ്മൾ എങ്ങനെ ഗവൺമെന്റിനെ മാനേജ് ചെയ്യാം എന്നാ പറഞ്ഞു. പക്ഷെ ഇതിലൊന്നും വരാത്തൊരു സെക്ടർ ഉണ്ട്, ബാങ്കിങ് സെക്ടർ, ഇൻവെസ്റ്റ്മെന്റ് സെക്ടർ, ക്യാപിറ്റൽ മാർക്കറ്റുകൾ, നമ്മൾ പറയുന്ന സെക്യൂരിറ്റി മാർക്കറ്റുകളൊക്കെ ഇല്ലേ, ഇതൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല. ഇപ്പൊ ഇതും ഇക്കോണമിയിൽ ഒരു വലിയ റോള് വഹിക്കുന്നതാണ് അല്ലെ. സ്റ്റെബിലിറ്റി ഉണ്ടാക്കാനും ഇക്കണോമിക് ഗ്രോത്ത് കൂട്ടാനും ഒക്കെ ഹെൽപ്ഫുൾ ആണ്. അപ്പൊ ഇവരെങ്ങനെ റെഗുലേറ്റ് ചെയ്യാം? ഇവരെ റെഗുലേറ്റ് ചെയ്യാനുള്ളതാണ് ഫൈനാൻഷ്യൽ സെക്ടർ റിഫോംസ്. അപ്പോൾ ഇക്കോണമിയിലെ മറ്റൊരു വലിയൊരു സെക്ടറാണ് ഫൈനാൻഷ്യൽ സെക്ടർ. അപ്പോ ഫൈനാൻഷ്യൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സെക്ടേഴ്സ്. അപ്പൊ ഇതിനകത്ത് ബാങ്ക്സ് ഉണ്ട്, ഇൻഷുറൻസ് കമ്പനികളുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് കമ്പനികളുണ്ട്, ക്യാപിറ്റൽ മാർക്കറ്റ്സ് ഉണ്ട്. ഇവരൊക്കെ ആർക്കാണ് ഫൈനാൻസ് കൊടുക്കുന്നത്? ടു ഇൻഡിവിജ്വൽസ്, ബിസിനസ് ആൻഡ് ഗവൺമെന്റ്. ഗവൺമെന്റ്സിനും ഇൻഡിവിജ്വൽസിനും ബിസിനസിനും ഒക്കെ ഫണ്ട് ഫൈനാൻസ് ചെയ്യുന്ന ആളുകളാണ് ഈ ഒരു ഫൈനാൻഷ്യൽ സെക്ടറിൽ വരുന്നത്. ആൻഡ് ദിസ് ഫൈനാൻഷ്യൽ സെക്ടർ mobilize the savings and they are providing the credit and managing the financial risk in the economy. ഇതാണ് ഇവരുടെ ഇമ്പോർട്ടൻസ്. അവരാണ് സേവിങ്സ് മൊബിലൈസ് ചെയ്യുന്നത്, ക്രെഡിറ്റ് നമുക്ക് ലോണുകളും മറ്റും തരുന്നത് അവരല്ലേ. ആൻഡ് ഫൈനാൻഷ്യൽ റിസ്കുകൾ മാനേജ് ചെയ്യുന്നതും ഈ ഒരു ഫൈനാൻഷ്യൽ സെക്ടർ ആണ്. അപ്പൊ അതിലെ കോമ്പോണൻസ് എന്ന് പറയുന്നത് ബാങ്കിങ് സെക്ടർ, അതിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ വരും, സെൻട്രൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്സ്, റീജിയണൽ, റൂറൽ ബാങ്ക്സ്. നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ SBI ഒക്കെ പോലെയുള്ള കൊമേഴ്ഷ്യൽ ബാങ്ക്സുകൾ, അവർ ഇൻ ഓർഡർ ടു മേക്ക് ദ പ്രോഫിറ്റ് ദേ ആർ റണ്ണിങ് ദ ബാങ്കിങ് സെക്ടർ. അവർ ലോൺ കൊടുക്കും, ക്രെഡിറ്റ് ഫെസിലിറ്റി ഉണ്ട്, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക്. സെൻട്രൽ ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, അവരാണ് മണി സപ്ലൈ കൺട്രോൾ ചെയ്യുക. കോപ്പറേറ്റീവ് ബാങ്ക്സുകൾ നമ്മൾ ലോക്കലായിട്ട് കാണാറുണ്ട്. കോപ്പറേറ്റീവ് ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഫൈനാൻഷ്യൽ ഓർഗനൈസേഷൻസ് ആണ് ഈ കോപ്പറേറ്റീവ് ബാങ്കുകൾ എന്ന് പറയുക. ദെൻ റീജിയണൽ റൂറൽ ബാങ്കുകളുണ്ട്. റൂറൽ ക്രെഡിറ്റും അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഒക്കെ കൊടുക്കുന്നതാണ് റീജിയണൽ റൂറൽ ബാങ്ക്. പിന്നെ വരുന്നതാണ് നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനീസ്.
ബാങ്കിങ് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ. അത് നമുക്ക് ഇവരുടെ അടുത്ത് കൊണ്ട് ഡെപ്പോസിറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ബജാജ് ഫിനാൻസ് അതൊരു NBFC ആണ്. ഇവിടെ അവര് ഡെപ്പോസിറ്റ് ഒന്നും മേടിക്കുന്നില്ല. ഇവര് ക്രെഡിറ്റ് ക്രിയേഷൻ അല്ല. ക്രെഡിറ്റ് ക്രിയേഷൻ നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ചെയ്യുന്ന ക്രെഡിറ്റ് ക്രിയേഷൻ ആണ്. അതായത് അവര് നമ്മൾ കൊടുക്കുന്ന ഡെപ്പോസിറ്റുകളിൽ നിന്ന് ലോണുകൾ കൊടുക്കുന്നു. ആ ലോണിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുന്നു. അതിൽ നിന്ന് വീണ്ടും ക്രെഡിറ്റ്, അതായത് ഒരു 100 രൂപയിൽ നിന്ന് അവർ അതിന്റെ ഇരട്ടി അവരതിനകത്ത് നിന്ന് വീണ്ടും ഇപ്പൊ ഒരാൾ 100 രൂപ കൊണ്ടുവന്ന് കൊടുത്തു. ആ 100 രൂപയിൽ അവർക്ക് ഈ ഫണ്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ RBIയിലൊക്കെ ഇടാൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊരു 10 രൂപ മാറ്റി വെക്കുക. ബാക്കി 90 ഇവർ എന്ത് ചെയ്യും? ലോണായിട്ട് കൊടുക്കും. ഈ 90 ലോണായിട്ട് കൊടുക്കുമ്പോൾ ഇയാൾ 90 രൂപയല്ല അല്ലെ തിരിച്ചടയ്ക്കുന്നത്. അയാൾ ഇൻട്രസ്റ്റ് എല്ലാം കൂടി ചിലപ്പോൾ ഒരു 120 രൂപയായിരിക്കും തിരിച്ചടയ്ക്കുക. അത് വീണ്ടും ലോണായിട്ട് പോകും. അങ്ങനെ ഇതിങ്ങനെ ഒരു സെയിം എമൗണ്ട് ഓഫ് മണീനെ തന്നെയാണ് ഇങ്ങനെ ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ക്രെഡിറ്റ് ക്രിയേഷൻ ചെയ്യുന്നത് ബാങ്കിങ് സെക്ടർ ആണ്. പക്ഷെ നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനികൾക്ക് ഇങ്ങനെ ഒരു ക്രെഡിറ്റ് ക്രിയേഷൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഈ ക്രെഡിറ്റ് ക്രിയേഷൻ ചെയ്യാത്തത്, അതാണ് അവർക്ക് ബാങ്കിങ് ലൈസൻസ് ഇല്ല. അവർ ബാങ്കിങ് അല്ല, ദി ആർ പ്രൊവൈഡിങ് ലോൺസ്, അസറ്റ് ഫിനാൻസിങ് ചെയ്യും, ഫൈനാൻഷ്യൽ സർവീസുകൾ ചെയ്യും. ഈ ബജാജ് ഫിനാൻസ്, മഹീന്ദ്ര, LIC ഒക്കെ NBFCകളാണ്, നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനീസ്. ഇൻഷുറൻസ് സെക്ടർ, ലൈഫ് ഇൻഷുറൻസ് കമ്പനികളുണ്ട്, ജനറൽ ഇൻഷുറൻസ് ഉണ്ട്, നമ്മൾ വണ്ടിയുടെ ഒക്കെ എടുക്കില്ലേ, പിന്നെ ഹെൽത്ത്, അതൊക്കെ ജനറൽ ഇൻഷുറൻസ് ആണ്. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഡെത്ത്, ഡിസബിലിറ്റി ഒക്കെ വരുമ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് ആണ്. പിന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ്. ഇവിടെയാണ് നമ്മൾ കമ്പനി ഷെയറുകളൊക്കെ മേടിക്കുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലാണ്. അതുപോലെ ബോണ്ട് മാർക്കറ്റ്, ഗവൺമെന്റ് ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് അവന്യൂകളാണ് ഇതെല്ലാം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന അവന്യൂസിനെയാണ് നമ്മൾ ഈ ബോണ്ടുകൾ എന്നൊക്കെ പറയുക. അപ്പോൾ ഇതെല്ലാം ഇൻവെസ്റ്റ്മെന്റ് ആണ്, ബോറോ ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക. ഗവൺമെന്റ് ബോണ്ടുകളെയൊക്കെ നമ്മൾ പറയുന്നത് വൺ ഓഫ് ദി മോസ്റ്റ് ട്രസ്റ്റഡ് സെക്യൂരിറ്റീസ് ആണ് ഗവൺമെന്റ് ബോണ്ടുകൾ. അപ്പൊ ഈ ഗവൺമെന്റ് ബോണ്ടുകളൊക്കെ വാങ്ങിച്ചു വെച്ചാൽ അത് നമുക്ക് ഭയങ്കര സെക്യൂർഡ് ആയിട്ടുള്ള അസറ്റുകളാണ്. ഇനി മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ചെറിയ തുകകള് ഇങ്ങനെ പൂൾ ചെയ്യാണ്. പൂള് ചെയ്തിട്ട് മ്യൂച്വൽ ഫണ്ട്സ് ആർ ലൈക്ക് പൂളിംഗ് ദി ഇൻവെസ്റ്റ്മെന്റ്സ്. അത് ചിലപ്പോൾ ചെറിയ എമൗണ്ട് ആയിരിക്കാം. നിങ്ങൾ ഇപ്പൊ ഈ കുറെ സെക്യൂരിറ്റീസിലൊക്കെ ആപ്പുകളുണ്ട്. ഈ ആപ്പുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും മ്യൂച്വൽ ഫണ്ട്സുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പൊ മന്ത്ലിക്ക് 500 രൂപ ഇട്ടാൽ മതി, അല്ലെങ്കിൽ 1000 രൂപ ഇട്ടാൽ മതി. ഇങ്ങനെ ഇടുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവും. അപ്പൊ ഇതെല്ലാം കൂടെ പൂൾ ചെയ്തിട്ടാണ് ആ ഒരു കമ്പനി, ഇപ്പൊ ഞാൻ ഇടുന്നത് HDFCയിലാണെങ്കിൽ ആ HDFC ഇതെല്ലാം കൂടെ പൂൾ ചെയ്തിട്ടാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ഇതിനെയാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയാം. മ്യൂച്വൽ ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അപ്പോൾ ബോണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ ഗവൺമെന്റ് ലോൺ വാങ്ങിക്കുകയാണ്. അത് പബ്ലിക്കിൽ നിന്നാവാം, കമ്പനികളിൽ നിന്നാവാം. ദേ ആർ പൂളിംഗ്, ദേ ആർ ടേക്കിംഗ് ദി ഇൻവെസ്റ്റ്മെന്റ്സ് ഫ്രം ദ പബ്ലിക് ആൻഡ് ദേ ആർ എഗ്രീയിങ് ദം ടു ഗിവ് ആൻ ഇൻട്രസ്റ്റ്. അത് എൻഷുർ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഈ ബോണ്ട് എന്ന് പറയുന്നത്. അതായത് ഇത്ര നാളത്തേക്ക് ഞങ്ങൾ ഇത്ര രൂപ, അതായത് ആ ഗവൺമെന്റ് ഇത്ര രൂപ ഇൻട്രസ്റ്റ് റേറ്റിൽ ഇൻട്രസ്റ്റ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ലോണുകൾ, ഇൻവെസ്റ്റ്മെന്റ്സുകൾ വാങ്ങിക്കുകയാണ് ഫോർ ദ റണ്ണിങ് ഓഫ് ഗവൺമെന്റ്. അപ്പൊ ഇതൊക്കെ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഭാഗമാണ്. ഇപ്പൊ ഗവൺമെന്റ് ആണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫിസിക്കൽ അല്ല, അത് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഭാഗമാണ്. പിന്നെ ഉള്ളത് മണി മാർക്കറ്റ് ആണ്. ഷോർട്ട് ടേം ബോറോയിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് മണി മാർക്കറ്റുകൾ എന്ന് പറയുക. അപ്പൊ അതിനകത്ത് വരുന്നതാണ് ഈ ട്രഷറി ബിൽസ്, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ് എന്നൊക്കെ പറയുന്നത് അതിനകത്ത് വരുന്നതാണ്. ഈ ഇപ്പോ ട്രഷറി ബിൽസ് എന്ന് പറയുന്നതും ഒരു പ്രോമിസറി നോട്ടാണ്. പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ റീപേയ്മെന്റ്, ഇന്ന ദിവസം ഞങ്ങളിത് റീപേ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഒരു 90 ദിവസം, അത് വളരെ ഷോർട്ട് ടേമിലേക്കുള്ളതാണ് ഈ ഒരു ട്രഷറി ബിൽസ് എന്നൊക്കെ പറയുന്നത്. T ബിൽസ് റീപേയ്മെന്റ്, ഈ ഒരു 90 ദിവസത്തിനകം ഇത്ര രൂപ ഇത്ര ഇൻട്രസ്റ്റ് റേറ്റോട് കൂടെ റീപേ ചെയ്തോളാം, അതാണ് ഈ ട്രഷറി ബിൽസ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നതും ഇപ്പൊ ഒരാള് ഒരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അയാൾ 1 ലക്ഷം രൂപയുടെ സാധനം വാങ്ങിച്ചു.
പക്ഷെ അയാളുടെ കയ്യിൽ ഇപ്പൊ പൈസയില്ല, 1,00,000 രൂപ കൊടുക്കാൻ പൈസയില്ല. അപ്പൊ ഇയാള് ഒരു നോട്ട് എഴുതും, ഒരു കൊമേഴ്ഷ്യൽ എഗ്രിമെന്റ് എഴുതും, ഇത്ര രൂപ ഞാൻ ഇത്രാം തീയതിക്കകത്ത് തന്നേക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ബില്ല് എഴുതി ഇയാൾക്ക് കൊടുക്കും. ഇതൊരു പ്രോമിസറി നോട്ടാണ്. അപ്പോ എനിക്കാണ് തന്നതെന്ന് വിചാരിക്കുക, ഞാനാണ് ഈ സാധനം വിറ്റത്, അപ്പൊ എനിക്ക് അയാൾക്ക് പൈസ തരാനില്ല, അപ്പൊ അയാൾ എനിക്കൊരു കൊമേഴ്ഷ്യൽ ബില്ല് തന്നു. അപ്പൊ എനിക്കിപ്പോ അത്യാവശ്യമായിട്ട് 1,00,000 രൂപയുടെ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇതെനിക്ക് ബാങ്കിൽ കൊണ്ട് കൊടുക്കാം. ബാങ്കിൽ കൊണ്ട് കൊടുത്താൽ ബാങ്ക് വിൽ ഗിവ് മീ ദ മണി ആൻഡ് ദാറ്റ് പേഴ്സൺ ഹാസ് ടു പേ ദാറ്റ് മണി ടു ദ ബാങ്ക്. ഇതിനെയാണ് നമ്മൾ കൊമേഴ്ഷ്യൽ ബില്ലുകൾ എന്ന് പറയുക. അതുപോലെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റുകളുണ്ട്. അതും ഇതുപോലെ തന്നെ നമ്മൾ ഈ ബാങ്കുകൾക്ക് ഇടുന്ന ഡെപ്പോസിറ്റുകളില്ലേ, അതിന്റെ സർട്ടിഫിക്കറ്റ്സ് ആണ്. നമ്മൾ ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി ഫോർ എ ഫിക്സഡ് പീരീഡ് ഓഫ് ടൈം, അതും ഷോർട്ട് ടേമിലേക്ക് ഇടുന്നതാണ്. അതാണ് ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റുകൾ എന്ന് പറയുക. അപ്പോൾ ഇതെല്ലാം മണി മാർക്കറ്റിന്റെ ഭാഗമാണ്. ഷോർട്ട് ടേം ആയിട്ട് വരുന്നതെല്ലാം മണി മാർക്കറ്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ക്ലിയർ ആണോ ഇത്രയും? അപ്പോ നമ്മള് ഫൈനാൻഷ്യൽ സെക്ടർ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ബാങ്കുകൾ മാത്രമല്ല വരുന്നത്, ഇതെല്ലാം ഫൈനാൻഷ്യൽ സെക്ടറിന്റെ ഭാഗമാണ്. ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, ഫോറിൻ എക്സ്ചേഞ്ചുകൾ, ഫോറിൻ കറൻസികൾ എക്സ്ചേഞ്ച്, നമ്മൾ ഇവിടുന്ന് ഒരാൾക്ക് വിദേശത്തേക്ക് പോകണമെങ്കിൽ ദേ ഹാവ് ടു കൺവേർട്ട് അവർ ഇന്ത്യൻ കറൻസി ടു ദി ഫോറിൻ കറൻസി. അതുപോലെ US നിന്ന് ഒരു ടൂറിസ്റ്റ് ഇവിടെ വരികയാണെങ്കിൽ ദേ ഹാവ് ടു കൺവേർട്ട് ദർ ഡോളർ ടു റുപ്പി ഇൻ ഇന്ത്യ. അപ്പൊ ഈ ഒരു ട്രാൻസാക്ഷൻ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിലാണ് നടക്കുക. ആൻഡ് പെൻഷൻ ആൻഡ് റിട്ടയർമെന്റ് ഫണ്ടുകളുണ്ട്, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്. സാലറീഡ് എംപ്ലോയീസ് കൃത്യമായിട്ട് ഒരു തുക എന്തിലിടണം, PF ഇടണം എന്നുണ്ട്. ആൻഡ് നാഷണൽ പെൻഷൻ സിസ്റ്റം ഉണ്ട്, ദറ്റ് ഇസ് വോളണ്ടറി റിട്ടയർമെന്റ് സേവിംഗ് വിത്ത് ഗവൺമെന്റ് സപ്പോർട്ട്. ഇപ്പോൾ ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുന്ന 2013 ശേഷം ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുന്ന എല്ലാവരും ഈ NPSന്റെ ഭാഗമാണ്, നാഷണൽ പെൻഷൻ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അവർക്ക് പണ്ടത്തെ പോലെ പെൻഷൻ ഗവൺമെന്റ് തരല്ല, പെൻഷന്റെ ഒരു വിഹിതം ജോലിക്കാര് എംപ്ലോയീസ് തന്നെ ഇടുകയാണ് ചെയ്യുന്നത്. അതാണ് NPS എന്ന് പറയുക. അതുപോലെ റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, RBI ആണ് നമ്മുടെ ബാങ്കുകളെ മാനേജ് ചെയ്യുന്നത്. ദെൻ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുന്നത്. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ റെഗുലേറ്റ്സ് ദി ഇൻഷുറൻസ് കമ്പനീസ്. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ഡെവലപ്മെന്റ് ഓവർസീസ് ദി പെൻഷൻ ഫണ്ട്സ് ആൻഡ് റിട്ടയർമെന്റ് സേവിങ്സ്. അപ്പൊ ഇതൊക്കെയാണ് റെഗുലേറ്ററി ബോഡി. സോ ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ ഫൈനാൻഷ്യൽ സെക്ടർ വരുന്നത്. എന്തൊക്കെയുണ്ട്? ബാങ്കിങ്, നോൺ ബാങ്കിങ് കമ്പനി, ഇൻഷുറൻസ് സെക്ടർ, ക്യാപിറ്റൽ മാർക്കറ്റ്സ്, മണി മാർക്കറ്റ്സ്, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, പെൻഷൻ ആൻഡ് റിട്ടയർമെന്റ് ഫണ്ട്സ്, റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് നമുക്ക് ഫൈനാൻഷ്യൽ സെക്ടർ വരുന്നത്.